ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചാരണത്തിന് അവസാനം പാലക്കാട് ജനങ്ങൾ വിധിയെഴുതി കഴിയുമ്പോൾ 70.51% പോളിംഗ് ആണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത് UDF കേന്ദ്രങ്ങളിൽ ഇതിനോടകം ആശങ്ക സൃഷ്ടിച്ചിട്ടുമുണ്ട്. കണക്കുകൾ അനുകൂലമാണെന്ന് LDF പറയുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ LDF പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ഒരു മാസം പാലക്കാട് കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളിൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാന ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്ത ഇരട്ട വോട്ട് സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. ഇരട്ട വോട്ട് BJPയുടെ പ്രധാന നേതാക്കൾക്കടക്കം ജില്ലയിലുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. LDF തെളിവ് സഹിതം ഈ വിഷയം പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നത് ഇരട്ട വോട്ടായിരുന്നു. ആ നിലയിൽ ഒരു വ്യാജ വോട്ടിന് ശ്രമിച്ചിരുന്നു BJP എന്ന് തെളിയിക്കുന്നതായി ഇന്ന് BJP നേതാവ് വിവാദമായ പശ്ചാത്തലത്തിൽ ഈ വോട്ട് രേഖപ്പെടുത്താതെ അവസാന നിമിഷം പിന്മാറിയ തീരുമാനം. അതേസമയം ഈ ഇരട്ട വോട്ടിന്റെ വിഷയം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത് ഡോക്ടർ P സരിനും ഭാര്യ സൗമ്യ സരിനും പാലക്കാട് അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ വോട്ട് ഇന്ന് പോൾ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ P സരിനും ഭാര്യ സൗമ്യ സരിനും ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് കോൺഗ്രസ് ആകട്ടെ ഒരാക്ഷേപം ഉന്നയിച്ചതുമില്ല. അങ്ങനെ വളരെ സജീവമായ ഒരു പോളിംഗ് ദിനത്തിനൊടുവിൽ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഒരു ബൂത്തിൽ UDF സ്ഥാനാർത്ഥി ഒരു കൂട്ടം ആളുകളുമായി എത്തി ക്യൂവിൽ നിന്ന വോട്ടർമാരോട് വോട്ട് ചോദിച്ചത്, ആ നിലയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അവസാന മണിക്കൂറുകളിൽ സംഘർഷത്തിനും മറ്റുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. സജീവമായ പോളിംഗ് ദിനം അവസാനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്, ഈ ദിവസം വിധിയെഴുതിയത്? സമഗ്ര വിവരങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പാലക്കാട് നിന്നുള്ള സജീവ രാഷ്ട്രീയ ചലനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൈരളിയുടെ ഒരു വലിയ ടീമാണ്. PV കുട്ടൻ, നിർവൻ ചക്രവർത്തി, സച്ചിൻ വള്ളിക്കാട്, ശരത് ഓങ്ങല്ലൂർ, മനു മാടപ്പാട്ട്, വിനിഷ, അങ്ങനെ സജീവമായ ഒരു വലിയ ടീം. ആ ടീമിലെ കുറച്ചുപേർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവസാന വിശകലനങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിർവൻ ചക്രവർത്തിയുണ്ട്, PV കുട്ടനുണ്ട്, സച്ചിൻ വള്ളിക്കാടുണ്ട്. കുട്ടൻ, സജീവമായ രീതിയിൽ തന്നെ പാലക്കാട് ഈ പോളിംഗിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ചെറിയ കുറവ് ഈ ഘട്ടത്തിൽ കണക്കുകളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്താണ് കുട്ടൻ, ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കുമല്ലോ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുക. പക്ഷെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ? അസിത, കഴിഞ്ഞ 35 ദിവസങ്ങൾ കേരള രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പാലക്കാടായിരുന്നു. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ വാശിയേറിയ മത്സരങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ അപ്രതീക്ഷിതമായ പൊളിറ്റിക്കൽ ട്വിസ്റ്റുകൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ, അവസാനിക്കാത്ത വിവാദങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിലെത്തുമ്പോൾ പോലും അവസാനിക്കാത്ത വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സജീവമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പോടുകൂടി അവസാനിച്ചിരിക്കുന്ന ഇനി വോട്ടെണ്ണലിന് 2 ദിനം കൂടിയുണ്ട്. 23-ാം തീയതി പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുക. ഇതിനകത്ത് ഇപ്പോൾ എന്നോടൊപ്പം നിർവൻ ചക്രവർത്തിയും സച്ചിനുമൊക്കെ സമഗ്രമായ വിശകലനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോളിംഗ് ശതമാനം തന്നെയാണ്. അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വൈകിട്ടൊക്കെ ആകുമ്പോഴുള്ള ഈ പോളിംഗ് ശതമാനത്തിന്റെ ഒരു വരവ്, അതിൻ്റെ ഒരു മന്ദഗതി കാണുമ്പോൾ ഒരുപക്ഷെ താരതമ്യേന കുറഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക പൊതുവിലുണ്ടായിരുന്നു. പക്ഷെ വൈകിട്ടോടുകൂടി ആ ആശങ്ക മാറി. ഇപ്പോൾ തന്നെ 70%-ലധികം, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 70%-ലധികമായി പോളിംഗ്. കഴിഞ്ഞ തവണ 75%-ൽ അധികമായിരുന്നു. ഇപ്പോൾ അത് 70-ലെത്തി. ഇനിയും അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പഞ്ചായത്ത് തിരിച്ചുള്ള പോളിംഗ് നില പരിശോധിക്കുമ്പോഴും നമുക്കറിയാവുന്നതുപോലെ പൊതു പോളിംഗ് കുറയുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ചെറിയ തോതിലുള്ള ഈ കുറവ് വരും. പക്ഷെ അതിനകത്ത് LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ജില്ലാ സെക്രട്ടറി ഇപ്പോൾ EN സുരേഷ് ബാബുവും സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനുമൊക്കെ മാധ്യമങ്ങളെ ഈ പോളിംഗിന് ശേഷം കണ്ടിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസമാണ് പാലക്കാട് ജനത LDFനൊപ്പമാണെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇവരൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിന് വളരെ കൃത്യമായ കണക്കുകളും അവരുടെ കൈവശമുണ്ട്. കാരണം കഴിഞ്ഞ 35 ദിവസമായി ഏറ്റവും താഴെത്തട്ടിൽ ഉൾപ്പെടെ വളരെ സജീവമായ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായ സംഘടനാ പ്രവർത്തനം നടത്തിയായിരുന്നു തെരഞ്ഞെടുപ്പിനെ LDF നേരിട്ടത്. സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നത് LDF പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായിരുന്നു. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു. സരിന്റെ റോഡ് ഷോയിൽ പാലക്കാട് നഗരം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ജനസഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോ ആയിരുന്നു. പിന്നീട് DYFIയുടെ, അതായത് യുവജന സംഘടനയുടെ നേതൃത്വം നടന്ന നൈറ്റ് മാർച്ചിനും ആവേശം ഒട്ടും ചോരാതെ നിരവധിയായ ചെറുപ്പക്കാർ അണിചേർന്നിരുന്നു.
ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശ ദിവസമാണ് ഈ പാലക്കാട് നഗരമോ പാലക്കാട് ജില്ല ഇതുവരെ കാണാത്ത അത്രയും വലിയ ജനസഞ്ചയം. 10,000-ങ്ങളാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇതൊക്കെ LDF നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. കാരണം ഇവിടെ സാങ്കേതികപരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ LDF 3-ാം സ്ഥാനത്ത് ആണെന്ന് പറയുമെങ്കിലും സംഘടനാപരമായി വളരെ കരുത്ത് LDF ഇവിടെ ഉണ്ട്. മാത്തൂരിലും കണ്ണാടിയിലുമൊക്കെ LDF വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ പിരാരിയിൽ UDF സ്വാധീനമെങ്കിൽ കൂടി അവിടെയും LDF സ്വാധീനമുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലേക്കുള്ള പരമാവധി വോട്ടുകൾ LDF ഏറ്റവും ഒടുവിലത്തെ വോട്ട് പോലും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതേസമയം തന്നെ LDF സ്ഥാനാർത്ഥി തന്നെ അത് വ്യക്തമാക്കിയിരുന്നു, ജനങ്ങൾ തന്നോടൊപ്പമാണ് എന്നുള്ളത്. പോളിംഗ് ശതമാനം കുറഞ്ഞാലും അതൊന്നും LDF ബാധിക്കില്ല എന്നാണ് LDF നേതൃത്വത്തിന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും സ്വാഭാവികമായും വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിൽ അതോടൊപ്പം BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും വിജയപ്രതീക്ഷ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അതിനിടയിൽ ഇന്ന് തന്നെ ചില സംഭവ വികാസങ്ങൾ നടന്നിരുന്നു. അതൊക്കെ നിർവനും അതോടൊപ്പം തന്നെ സച്ചിനും പങ്കുവെക്കും. നിർവൻ, നമ്മളാണ് സരിന്റെയും സൗമ്യയുടെയും വോട്ട് രേഖപ്പെടുത്തുന്ന വാർത്ത ലൈവായി നൽകുന്നത്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ വേളകളിലൊക്കെ കള്ളവോട്ട് വിവാദം ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. അത് LDF ആണ് ഉന്നയിച്ചത്. അത് വളരെ കൃത്യമായ തെളിവുകളോടുകൂടി 2700 പേരുടെ കള്ളവോട്ട് വിവരങ്ങൾ, അത് ഇരട്ട വോട്ട് വിവരങ്ങൾ വരുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഉൾപ്പെടെ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ EN സുരേഷ് ബാബു തന്നെ ജില്ലാ സെക്രട്ടറി തന്നെ തെളിവ് സഹിതം പുറത്തുവിടുകയാണ്. ആ ഘട്ടത്തിലാണ് അതിന് മറുപടി എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. സൗമ്യ സരിനും കള്ളവോട്ടാണ്. അതായത് LDF സ്ഥാനാർത്ഥിയുടെ ഈ പ്രചാരണത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിന് നേരെ പോലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാനസികമായി തളർത്താനുള്ള നീക്കങ്ങൾ വരെ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടു, സരിനും സൗമ്യയും പോകുന്നു, വോട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് കള്ളവോട്ടാണെങ്കിൽ അവിടെ VD സതീശന്റെ അനുയായികൾ അവിടെ ഏജന്റുമാരായി ഇരിക്കുന്നുണ്ട്. അവരത് ചലഞ്ച് ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ 2 മിനിറ്റുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു കള്ളം കൂടി പൊളിയുന്നതല്ലേ എന്ന് കണ്ടത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. അതിൽ ഏറ്റവും അവസാനത്തെ വിവാദമായി വന്നതാണ് കള്ളവോട്ട് വിവാദം. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മുഴം മുൻപേ തങ്ങളുടെ പാർട്ടിയെ, പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് UDF പ്രതിരോധിക്കുന്നതിന് വേണ്ടി എടുത്ത ആയുധം അദ്ദേഹത്തിന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ P സരിനും ഒപ്പം തന്നെ ഭാര്യ സൗമ്യ സരിനും വോട്ട് രേഖപ്പെടുത്തിയതോടുകൂടി പൊടിഞ്ഞുപോയി. LDF ആണ് ഈ മണ്ഡലത്തിൽ 2700 കള്ള വോട്ടുകളുണ്ട് എന്ന് രേഖകൾ സഹിതം CPM ജില്ലാ സെക്രട്ടറിയാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ CPM നേതാക്കളും LDF സ്ഥാനാർത്ഥി P സരിനും ഈ രേഖകളടക്കം ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വ്യാജ വോട്ടുകൾ, രേഖകളില്ലാത്ത, വീട്ടു നമ്പറില്ലാത്ത, മതിയായി താമസവുമായി ബന്ധപ്പെട്ട രേഖകളില്ലാത്ത, ഒരു തരത്തിലും രേഖകളില്ലാത്ത വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തെളിവുകൾ രേഖകൾ സഹിതം പുറത്തുവിട്ടപ്പോൾ UDF ആ ഘട്ടത്തിൽ വലിയ തരത്തിൽ വെട്ടിലായി. തുടർന്നാണ് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് വേണ്ടി P സരിന്റെ വോട്ടാണ് ആദ്യത്തെ കള്ളവോട്ട്, P സരിന്റെയും ഭാര്യ സൗമ്യ സരിന്റെ വോട്ടാണ് ആദ്യത്തെ കള്ളവോട്ട് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. ഇന്ന് 2:30 മണിയോടുകൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള P സരിനും ഭാര്യ സൗമ്യ സരിനും അവരുടെ സ്വന്തം ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. P സരിൻ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. വെല്ലുവിളിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് മാന്യതയുണ്ട് എങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണം. കാരണം അവർ രണ്ടുപേരും വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്നപ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് UDF കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇന്നേജന്റുമാർ അവിടെ ഉണ്ടായിരുന്നു. ആരും അവർ രണ്ടുപേരെയും ചലഞ്ച് ചെയ്തില്ല. കേവലം 2 മിനിറ്റ് കൊണ്ട്, എല്ലാ മാധ്യമങ്ങളിൽ കണ്ടതാണ്, 2 മിനിറ്റ് കൊണ്ട് തന്നെ അവർ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരികയും ചെയ്തു. ഒപ്പം തന്നെ അതുമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM ഹരിദാസിന് ഇവിടെ ഇരട്ട വോട്ടുകളുണ്ട് എന്ന ആരോപണം LDF ഒപ്പം തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ആ ആരോപണത്തെ സംബന്ധിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ ഈ ആരോപണത്തെ സംബന്ധിച്ച് അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇരട്ട വോട്ട് ഉണ്ട് എന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് LDFന്റെ ഇന്നേജന്റുമാർ ഉറപ്പായും ചലഞ്ച് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ KM ഹരിദാസ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തി വേണ്ടി വന്നതുമില്ല. 2 കാര്യങ്ങളാണ് അസിത ഇക്കാര്യത്തിൽ വ്യക്തമാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ, ഒരു മധ്യഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച വ്യാജ വോട്ട് ഉണ്ട് എന്ന ആരോപണം പരസ്യമായി തെളിഞ്ഞിരിക്കുന്നു. P സരിനും ഭാര്യ സൗമ്യ സരിനും വോട്ട് രേഖപ്പെടുത്തിയതോടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതിരോധം പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ BJPയും ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ചേർത്തിട്ടുണ്ട് എന്ന കാര്യവും തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചില വിവാദങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന
നിരവധി വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി പ്രതിരോധത്തിലായത് UDF-ഉം പ്രത്യേകിച്ച് കോൺഗ്രസും BJP-യുമാണ്. ആ വിവാദങ്ങളുടെ തുടർച്ച സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പി സരിൻ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് UDF പ്രത്യേകിച്ച് കോൺഗ്രസിൽ തർക്കം നടക്കുന്നു. പി സരിൻ പാർട്ടി വിട്ട് പുറത്തു വന്ന് LDF-ന്റെ കാൻഡിഡേറ്റ് ആകുന്നു. അതോടുകൂടി പാലക്കാട് ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത ഉയരുന്നു. ഷാനിബിനെ പോലെയുള്ള പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നു. പിന്നെ തുടരെ 10ഓളം പേരാണ് UDF കോൺഗ്രസ് വിട്ട് LDF പക്ഷത്തിലേക്ക് വരുന്നത്. പിന്നെ പെട്ടി വിവാദം, കള്ളപ്പണ വിവാദം വരുന്നു. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പൂർണ്ണമായി കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു. പിന്നെയാണ് ഹസ്തദാന വിവാദം വരുന്നത്. ഹസ്തദാന വിവാദത്തെ സംബന്ധിച്ച് പൂർണ്ണമായി UDF പ്രതിരോധത്തിലാകുന്നു. സ്ഥാനാർത്ഥിക്കും പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഒരു തരത്തിലും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. തുടർന്നാണ് ഏറ്റവും അവസാനം കേരളത്തിൽ വർഗീയ വിഷം തുപ്പുന്ന, അപരവിദ്വേഷം പരത്തുന്ന സന്ദീപ് വാര്യർ എന്ന RSSന്റെ കോർ നേതാവ് കൂടിയായിട്ടുള്ള BJP നേതാവ് UDF-ലേക്ക് വരുന്നു. BJP-യുടെ ഷാള് മാറ്റി അദ്ദേഹം ത്രിവർണ ഷാളറിഞ്ഞ് UDF-ലേക്ക് വരികയാണ്. അവിടെ ഉണ്ടാക്കിയ മതേതര ചേരിയിൽ ഉണ്ടാക്കിയ വിള്ളലാണ് അവസാന നിമിഷം UDF നേരിട്ടത്. കഴിഞ്ഞ 2 ദിവസം, 4 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം പാലക്കാട് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം UDF-നെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുമായി കൂട്ടി വായിക്കുമ്പോഴാണ് അസിത മുഖവുരായി പറഞ്ഞ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഓളത്തിലേക്ക്, വലിയ തരത്തിലെ പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് പാലക്കാടിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത് വോട്ടുകളാണ്, അതൃപ്ത വോട്ടുകൾ ആരുടേതാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. ആ അതൃപ്ത വോട്ടുകൾ ആരുടേതാണ് എന്ന് പരിശോധിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് തർക്കം, BJP-യിലുണ്ടായ പൊട്ടിത്തെറി, സന്ദീപ് വാര്യരുടെ UDF-ലേക്കുള്ള വരവ്, കള്ളവോട്ട് വിവാദം, ഈ പറഞ്ഞ കള്ളപ്പണ വിവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അഫക്ട് ചെയ്തത്, പൂർണ്ണമായി പ്രശ്നത്തിലാക്കിയത് UDF-നെയും BJP-യാണ്. ആ നിരക്കുള്ള വിലയിരുത്തൽ കൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പ്രാദേശികമായ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളെല്ലാം നേരിട്ട് പോയി വോട്ടർമാരെ നേരിട്ട് കാണുകയും വോട്ടർമാരുടെ അഭിപ്രായമൊക്കെ തേടിയ ഒരു നമ്മുടെ റിപ്പോർട്ടറാണ് സച്ചിൻ വള്ളിക്കാടിനോട് ചോദിക്കുമ്പോൾ LDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം സംബന്ധിച്ച് അവർ പറയുന്നത് ഈ പോളിംഗ് ശതമാനത്തിന്റെ കുറവോ വർധനവോ ഒന്നുമല്ല. LDF-ന്റെ പാനലിൽ LDF-ന്റെ സ്ഥാനാർത്ഥി പി സരിന് വോട്ട് രേഖപ്പെടുത്തേണ്ട വോട്ടർമാരുടെ മുഴുവൻ പോളിംഗും LDF-ന് അനുകൂലമായി രേഖപ്പെടുത്തിയെന്നതാണ്. ഈ വോട്ടർമാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ സച്ചിൻ എങ്ങനെയെന്ന് തോന്നുന്നത്, പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും വോട്ടർമാരുടെ അഭിപ്രായത്തിൽ നിന്ന് കൂടുതലായും ആളുകൾ പ്രതികരിച്ചത് പാലക്കാട് ഒരു മാറ്റം വരണം എന്ന ആവശ്യം തന്നെയാണ് കൂടുതൽ ആളുകളും പ്രതികരിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ വോട്ടർമാരും പങ്കുവച്ചത്. നിലവിൽ ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ടൗൺ ഹാൾ ഇല്ല എന്ന ഏറ്റവും വലിയൊരു ദുർഘടമായ അവസ്ഥയിലാണ് പാലക്കാട് നഗരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ, കാനകളുടെ ശോചനീയാവസ്ഥ, നേരത്തെ പറഞ്ഞ ടൗൺ ഹാളിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം, വികസന മുരടിപ്പിനെതിരെയാവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ബലം എന്ന കാര്യം തന്നെ പാലക്കാട്ടെ വോട്ടർമാരെല്ലാം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് നിലവിൽ പാലക്കാട് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനൊപ്പം പാലക്കാട് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാറ്റ് കൂടെ ഇത്തവണ വീശുമെന്ന കാര്യത്തിൽ ഒരു ജനങ്ങളുടെ, വോട്ടർമാരുടെ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വോട്ടിംഗ് ശതമാനം സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ BJP-യാണ് ഭരിക്കുന്നത്. പിരായിരി, മാത്തൂര് പഞ്ചായത്തുകൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് BJP-യെയും കോൺഗ്രസിനെയാണ് ദോഷകരമായി ബാധിക്കുക. അവരുടെ ക്യാമ്പിൽ തന്നെ തുടക്കം മുതൽ തന്നെ വലിയ ആശങ്കകളും അസ്വാരസ്യങ്ങളും തമ്മിലടിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻകാലങ്ങളിലൊക്കെ ഷാഫിയെ പിന്തുണച്ചതാണ് പിരായിരി പഞ്ചായത്ത്. ആ പിരായിരി പഞ്ചായത്തിൽ നിന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കം രാജിവെക്കുന്നു, പഞ്ചായത്ത് മെമ്പർ രാജിവെക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ നിലനിന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തമ്മിലടിയും അതേപോലെ തന്നെ ഗ്രൂപ്പ് തർക്കവും ഷാഫിയുടെയും VD സതീശൻ്റെയും ഏകാധിപത്യ നിലപാടിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ്, കോൺഗ്രസിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് മെമ്പർ സിത്താര, അതേപോലെ തന്നെ മണ്ഡല സെക്രട്ടറി ശശി അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വലിയ രീതിയിൽ UDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് BJP-യിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിൽ BJP-ക്ക് ഭൂരിപക്ഷമുള്ള പാലക്കാട് നഗരസഭയിൽ വലിയ രീതിയിലുള്ള തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട അവരെ ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് വലിയ ഒരു പരസ്യ പോരിലേക്ക് ശോഭാ സുരേന്ദ്രന് സ്വാഗതമേന്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നഗരസഭയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് അടക്കം കത്തിക്കുന്ന ഒരു സ്ഥിതി BJP നേരിടേണ്ടി വന്നു. അത് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്കും തമ്മിലടിയിലേക്കും പരസ്യ പോരിലേക്കും എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളാണ് BJPയുടെയും UDFിൻ്റെ അകത്തും ഉണ്ടായിട്ടുള്ളത്. സച്ചിൻ പറഞ്ഞ കാര്യം ഏറെ വ്യക്തമാണ്. കാരണം പാലക്കാട് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സമഗ്രമായ ഒരു സൂചനകൾ കൂടിയാണ് സച്ചിൻ മുന്നോട്ട് വെച്ചത്. ഞാൻ തുടക്കത്തിൽ പോളിംഗ് ശതമാനത്തിന്റെ കുറവ്, നമ്മളിപ്പോൾ പറയുന്ന പോളിംഗ് ശതമാനത്തിന്റെ കഴിഞ്ഞ തവണത്തെ 75% വരുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്തില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ അതിന് മുൻപുള്ള 77% ത്രികോണ മത്സരം കഴിഞ്ഞ് LDF UDF എന്ന മത്സരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ UDF നേതാക്കൾക്ക് പോലും അംഗീകരിക്കേണ്ട ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ ആർക്കാണ് വോട്ട് ചോർച്ച എന്നത് ഇനിയുള്ള നിമിഷങ്ങളിൽ വരുന്ന 2 ദിവസക്കാലം പരമാവധി ചർച്ച ചെയ്യും രാഷ്ട്രീയ കേരളം. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ കൂട്ടലും കിഴിക്കലുമൊക്കെ ഉണ്ടാകും. അത് പരിശോധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളോട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ചുരുക്കി പറയുകയാണെങ്കിൽ അസിത, ഈ അതൃപ്ത വോട്ട് ആരെയാണ് പിന്തുണയ്ക്കുക, ആരെയാണ് സഹായിക്കുക, അതിൻ്റെ വിലയിരുത്തലാണ് ഏറ്റവും പ്രധാനം. പാലക്കാട് ഇനി അതൃപ്ത വോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് 2 മുന്നണികൾക്കാണ്. അതൊന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ച മുതൽ ആരംഭിക്കുന്ന ഭിന്നതകൾ, കള്ളപ്പണ വിവാദം, ഹസ്തദാന വിവാദം, ഒപ്പം തന്നെ സന്ദീപ് വാര്യരുടെ വരവുമായി ബന്ധപ്പെട്ട് UDFിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, BJPക്കകത്ത് നേരത്തെ സച്ചിൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായ പൊട്ടിത്തെറികൾ. ആദ്യ നിമിഷത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുന്നതാണ്. അവരുടെ ഫ്ലക്സ് അടക്കം കത്തിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് BJPയുടെ ജില്ലാ നേതൃത്വത്തിൽ വലിയ തരത്തിൽ എതിർപ്പുണ്ടാകുന്നു. പ്രാദേശികമായി നഗരസഭാ കൗൺസിലുമായി ബന്ധപ്പെട്ട് BJPയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധിക്കുകയാണെങ്കിൽ അത് ഇരുമുന്നണികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയൊഴുക്കുകൾ ആർക്കാണ് നഷ്ടമുണ്ടാക്കുക, ആർക്കാണ് നേട്ടമുണ്ടാക്കുക, ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ 2 ദിവസം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക. വലിയ ഒരു 1 മാസവും 5 ദിവസവും നടന്ന വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ കൈരളിയുടെ എല്ലാവരും ഫുൾ ടീമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ 3 പഞ്ചായത്തിൽ ഒപ്പം തന്നെ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചരിച്ചതാണ്. കൽപ്പാത്തി ഗ്രാമത്തിൽ നമ്മുടെ രഥോത്സവവുമായി ബന്ധപ്പെട്ട് മുഴുവൻ റിപ്പോർട്ടർമാരും ഉണ്ടായിരുന്നു. അങ്ങനെ സമഗ്രമായ റിപ്പോർട്ടാണ് കൈരളി ന്യൂസ് പങ്കുവച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏറ്റവും ആകാംക്ഷാജനകമായ അന്തരീക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം മുതൽ മാറിയിരിക്കുന്നു. ഇനി ഏറ്റവും ആകാംക്ഷാപൂരിതമായ നിമിഷങ്ങളിലേക്ക് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടും രാഷ്ട്രീയ കേരളം കാത്തിരിക്കാൻ പോവുകയാണ്. തീർച്ചയായും വളരെ ക്ലിയർ ആണ് നൃപൻ. പ്രവചനാതീതമായ സാഹചര്യത്തിലേക്ക് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് സംബന്ധിച്ച കണക്കുകൂട്ടലുകളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ. അങ്ങനെ കൂട്ടലും കിഴിക്കലും ഒക്കെ തുടരട്ടെ. മുന്നണികൾ 2 ദിവസം മാത്രമാണ് ആകാംക്ഷയോടെ മുന്നിൽ നിൽക്കുന്നത്. 3-ാം ദിവസം പാലക്കാട് ഉൾപ്പെടെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് മുന്നിൽ വളരെ വ്യക്തമായി തന്നെ കിട്ടുകയും ചെയ്യും. നൃപൻ ചക്രവർത്തി, PV കുട്ടൻ, സച്ചിൻ വള്ളിക്കാട് എന്നിവരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര ചിത്രം പങ്കുവച്ചത്.